അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, ഏറ്റവും സ്നേഹമുള്ള MSMൻ്റെ നല്ലവരായ വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാതൃകയാണ്, നമ്മൾ പിൻപറ്റപ്പെടേണ്ടത് പ്രവാചകൻ്റെ ചര്യയാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയമാണ് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാമിക ചരിത്രത്തിലും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് സംഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ബ്രിട്ടനിൽ ജനിച്ചിട്ടുള്ള മാർമഡ്യൂക്ക് പിക്താൾ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായൊരു സാഹിത്യകാരൻ. അദ്ദേഹം നല്ലൊരു ജേർണലിസ്റ്റാണ്, എഴുത്തുകാരനാണ്, അദ്ദേഹം പത്രപ്രവർത്തകനാണ്, ആഴത്തിലുള്ള വായന നടത്തുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും വായിക്കുകയും ചെയ്തയാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നാട് ബ്രിട്ടൻ ആ സമയത്ത് ഒരുപാട് മനുഷ്യരെ, നാട്ടിലുള്ള സാധുക്കളായ മനുഷ്യരെ അടിമകളാക്കി ചങ്ങലകളിൽ ബന്ധിച്ച് അങ്ങാടികളിൽ കൊണ്ടുവന്ന് അവരെ വിൽപ്പന നടത്തുകയും ശരീരം മുഴുവൻ വിച്ഛേദിക്കുകയും ജീവനോടുകൂടി അവരെ ഉന്മൂലനം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ശരീരം മുഴുവൻ വേദനിപ്പിക്കുകയും ചെയ്യുന്ന കിരാതമായ പ്രവർത്തനങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ്, ഈ ലോകത്ത് മനുഷ്യർ, പാവപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവർ ഇങ്ങനെ തന്നെയാണോ? ഇതിനൊരു അവസാനമില്ലേ? ഇതിനൊരു പരിഹാരമില്ലേ? എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണോ പഠിപ്പിക്കുന്നത് എന്ന ആലോചനയിൽ അദ്ദേഹം വായന ആരംഭിച്ചു. ആ വായന എത്തി നിന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പഠനത്തിലാണ്. ആ പഠനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കാത്ത സ്വാധീനമാണ് ഉണ്ടാക്കിയത്. കാരണം എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുവാനും എല്ലാ ജനവിഭാഗത്തെയും ഒരുപോലെ ഇഷ്ടപ്പെടുവാനും ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് പോലും നീതിയോടുകൂടി പെരുമാറണമെന്നും അവനവൻ്റെ കൂടെ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും പുണ്യങ്ങൾ ചെയ്യണമെന്നും ലാ ഫദ്ലലി അറബിയിൻ വലാ അജമിയിൻ വലാലി അസ്വദ വലാലി അബിയദ ഇല്ലാ ബിത്തഖ്വ, കറുത്തവനോ വെളുത്തവനോ ഏതെങ്കിലും പൗരസ്ത്യനോ പാശ്ചാത്യനോ ഒരു വ്യത്യാസവുമില്ല എന്ന് ലോകത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വായനയിൽ ആദ്യമായി ഒരു വ്യക്തിയുടെ സംസാരം അദ്ദേഹം വായിക്കാനിടയായി. ആ പഠനം, ആ വായന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന്, നാവുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിപ്പേരുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാസ്മരികമായ വിപ്ലവമുണ്ടാക്കുകയും അവസാനം അദ്ദേഹം ലണ്ടനിലെ മുസ്ലിം ലിറ്റററി സൊസൈറ്റിയിൽ വെച്ച് ഔദ്യോഗികമായി ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും ചെയ്തു. അദ്ദേഹം അവസാനിപ്പിച്ചില്ല. ലോകത്തിന് ഇങ്ങനെ ഒരു മഹാപുരുഷൻ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്നും എല്ലാവരെയും സ്നേഹിക്കണമെന്നും ആരോടും ശത്രുതയുണ്ടാകരുത് എന്നും ഒരാളും മറ്റൊരാളുടെ അടിമയല്ല എന്നും ഏതെങ്കിലും നിറത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ മറ്റൊരാളെ ശത്രുവായി കാണാൻ പാടില്ല എന്നും പഠിപ്പിക്കുന്നൊരു മഹാവേദഗ്രന്ഥവും ഒരു പ്രവാചകനുമുണ്ട് എന്ന കാര്യം ഞാൻ അറിഞ്ഞ പോലെ ഈ ലോകത്തെ എല്ലാവരെയും അറിയിക്കണം എന്ന ബോധ്യത്തിൽ അദ്ദേഹം ദ മീനിങ് ഓഫ് ദി ഗ്ലോറിയസ് ഖുർആൻ എന്നൊരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. അദ്ദേഹം അതിനുശേഷം താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ പ്രവാചകൻ്റെ പേര് തൻ്റെ പേരിൻ്റെ മുൻഭാഗത്ത് ചാലിച്ച് മുഹമ്മദ് മാർമഡ്യൂക്ക് പിക്താൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഒരുപാട് ആളുകളെ നമ്മൾക്ക് ഇതുപോലെ കാണാം. ജീവിതത്തിൽ അവർ പ്രവാചകനെ വിമർശിച്ചവരാണ്, അവർ പ്രവാചകനെ കുറ്റപ്പെടുത്തിയതാണ്. പിന്നീട് അവരുടെ ജീവിതത്തിൽ പ്രവാചകനെ പറ്റി പഠിച്ചപ്പോൾ അതേ പ്രവാചകന്റെ അനുയായികളായി മാറിയ എത്രയോ മനുഷ്യർ. കാറ്റ് സ്റ്റീവൻസ് നമ്മൾക്കറിയാവുന്നത് പോലെ ജീവിതത്തിൽ സംഗീതത്തിൻ്റെ നിശകളിൽ ഒരു യുവാവ് ആഗ്രഹിക്കുന്ന എല്ലാ ധനാഢ്യ ജീവിതത്തിലും അലങ്കാരങ്ങളിലും ആണും പെണ്ണും ഇടകലർന്ന കോടിക്കണക്കിന് പരിവാരങ്ങൾക്കിടയിൽ സംഗീത നിശയിൽ ലോകത്തറിയപ്പെട്ട കാറ്റ് സ്റ്റീവൻസ് പിന്നീട് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയും പ്രവാചകനെ കുറിച്ച് പഠിക്കുകയും അവസാനം യൂസുഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിക്കുകയും
ദ റോഡ് ടു മക്ക എന്ന ഗ്രന്ഥം എഴുതുകയും ഖുർആനിനെയും ഇസ്ലാമിനെയും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയും ചെയ്ത എത്രയോ വ്യക്തിത്വങ്ങൾ നമ്മൾ MSMന്റെ വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഉപ്പയെക്കുറിച്ച്, നമ്മുടെ ഉമ്മയെക്കുറിച്ച് ആരെങ്കിലും ഒരു മോശം പറയുകയാണെങ്കിൽ, നമ്മുടെ പിതാവിനെ കുറിച്ച് ഒരാൾ അശ്ലീലത പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വേദനിക്കും, നമ്മുടെ ഹൃദയം പൊട്ടും, നമ്മുടെ മനസ്സുകളും നമ്മുടെ ശരീരവും വിറക്കാൻ തുടങ്ങും. എങ്കിൽ പ്രവാചകന്റെ ഒരു വാക്ക് നമ്മൾക്കറിയില്ലേ, ലാ യുഅ്മിനു അഹദുക്കും, നമ്മളൊരാളും വിശ്വാസിയാവുകയില്ല എപ്പോഴല്ലാതെ നമ്മളെക്കാളും നമ്മുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നമ്മുടെ പ്രവാചകൻ നമ്മൾക്ക് പ്രിയപ്പെട്ടവരാകുന്നത് വരെ. എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ അങ്ങാടിയിൽ, നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ കൂട്ടുകാരിൽ എത്രയോ ആളുകൾക്ക് മുഹമ്മദ് നബിയെ കുറിച്ച് അറിയില്ല. അവരുടെ മനസ്സിലുള്ള വിശ്വാസം പലരും തെറ്റിദ്ധരിച്ച പോലെ പ്രവാചകൻ തീവ്രവാദിയാണ് എന്നാണ്, ഭീകരവാദിയാണ് എന്നാണ്, സഹോദരിമാരോട് മോശമായി പെരുമാറുന്നയാളാണ് എന്നതാണ്. ഇതുപോലെ ജീവിതത്തിൽ കാസ് സ്റ്റീവൻസിന് ഏതെങ്കിലും ഒരു സഹോദരൻ ഖുർആൻ നൽകിയതുപോലെ ജീവിതത്തിൽ എത്രയോ ആളുകൾക്ക് മാറ്റമുണ്ടാകാൻ പ്രവാചകന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ നൽകിയ പോലെ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾക്ക് പറയാൻ കഴിയണ്ടേ, ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ അറിയണം, മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറണം എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, എല്ലാ മനുഷ്യരോടും നീതിയോടുകൂടി പെരുമാറണം എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, ജീവിതത്തിൽ സത്യം മാത്രം പറയണം എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, ഒരാളോട് മോശമായി പെരുമാറുന്നവൻ മുസ്ലിമല്ല എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിച്ചാലാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, ജീവിതത്തിൽ കളവുപോയി ജീവിതത്തിൽ ഒരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു സംസാരം നിർവഹിക്കരുത് എന്ന് പഠിപ്പിച്ച നമ്മുടെ പ്രവാചകനെ കുറിച്ച്, ലഹരിയായി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വസ്തുവോ ഹറാമായ ഒരു വസ്തുവോ ഉപയോഗിക്കരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, ഒരു വ്യഭിചാരത്തിൻ്റെയോ ഒരു പലിശയുടെയോ മേഖലയിൽ നിങ്ങൾ എത്തിപ്പെടരുത് എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ പഠിപ്പിച്ച പ്രവാചകനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം എന്ന് പറയാൻ വിദ്യാർത്ഥികളെ, MSMകാരെ, നമ്മളല്ലാതെ കേരളക്കരയിൽ മറ്റാരാണുള്ളത്? ഇത് ഞങ്ങളുടെ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മാതൃക ഞങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെയും പിൻപറ്റണം എന്ന് പറഞ്ഞ ഖുർആനിന് സമാനമായ സ്വഭാവ ഗുണമുള്ള ആ പ്രവാചകനെ നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ അങ്ങാടിയിൽ, നമ്മുടെ ശാഖകളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇന്ന് സ്ക്രീനിൽ കണ്ട കാസ് സ്റ്റീവൻസിനെ പോലെ, ബാൽക്കം മാക്സിനെ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച് തെറ്റിദ്ധരിച്ച് പിന്നീട് അതേ പ്രവാചകന്റെ ജീവിതത്തെ ആളുകൾക്ക് പ്രഭാഷണങ്ങളായി, ചർച്ചകളായി, ഗ്രന്ഥങ്ങളായി പരിചയപ്പെടുത്തിയ നൂറുകണക്കിന് പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ ദഅവത്ത് പ്രധാനമാണ്. അതുകൊണ്ട് MSMന്റെ പ്രവർത്തകരോട് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുക. പ്രവാചകനെതിരെ വരുന്ന ഓരോ കൂരമ്പുകളും ആരോപണങ്ങളും നമ്മൾ അവർക്കെതിരെ പോരാടേണ്ടത് കത്തികൾ ഉപയോഗിച്ചിട്ടല്ല, കൈകൾ വെട്ടിയിട്ടല്ല, തെറികൾ പറഞ്ഞിട്ടല്ല. അതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരാണ്. മറിച്ച് ബൗദ്ധികപരമായി, ബുദ്ധിപരമായി, വിജ്ഞാനപരമായി നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ജീവിതം അതുപോലെ അന്വർത്ഥമാക്കി അവർക്ക് പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കണം, സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കണം. ജീവിതത്തിൽ സ്വന്തം ഗർഭിണിയായ മകളെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് തള്ളിയിട്ട് വധിച്ചവന് പോലും ക്ഷമ കൊടുത്ത പ്രവാചകന്റെ കാരുണ്യത്തെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ഒരാളെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി സ്വീകരിച്ച് ഭക്ഷണം കൊടുത്ത് അവസാനം പ്രവാചകന്റെ കാരുണ്യം കണ്ട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു തിരിച്ചുപോയ പ്രവാചകന്റെ കാരുണ്യത്തെപ്പറ്റി നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരിൽ മാറ്റമുണ്ടാകും. ആ മാറ്റം നമ്മളിൽ തുടങ്ങണം. ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നത് വരെ പ്രവാചകനെ പിൻപറ്റുന്നത് നമ്മുടെ MSMകാരന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നവനാണ് പ്രവാചകനെ പിൻപറ്റിയവൻ. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നവനാണ് പ്രവാചകനെ പിൻപറ്റിയവൻ. വീട്ടിൽ മാതാപിതാക്കളോട് കാരുണ്യത്തോടുകൂടി പെരുമാറുന്നവനാണ് പ്രവാചകനെ പിൻപറ്റിയവൻ. ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനാണ് പ്രവാചകനെ പിൻപറ്റിയവൻ. നാട്ടിൽ നമ്മളുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും സേവനം ചെയ്യാൻ കഴിയുന്നവനാണ് പ്രവാചകനെ പിൻപറ്റിയവൻ. നമ്മുടെ നാട്ടിലുള്ള അധ്യാപകരോട് നീ
നിയമപാലകരോട് മറ്റുള്ളവരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് പ്രവാചകനെ പിൻപറ്റിയവൻ. സ്വന്തം കുടുംബത്തിൽ സ്വന്തം കലാലയത്തിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് ഭക്ഷണമായി അല്ലെങ്കിൽ നോട്ടുപുസ്തകമായി ബാഗായി അവിടെ ജീവിതത്തിന് ആവശ്യമായ കാര്യത്തിന് അവരവർ ശേഖരിച്ചു വെച്ച പണത്തിൽ നിന്ന് 10 രൂപയെടുത്ത് 100 രൂപയെടുത്ത് 10 നോട്ടുപുസ്തകം വാങ്ങിക്കൊടുക്കാൻ ഹൃദയ വിശാലതയുള്ളവനാണ് പ്രവാചകനെ പിൻപറ്റിയവൻ. ആ പിൻപറ്റൽ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ കൂടെയുള്ളവർക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി ജീവിക്കുന്ന എംഎസ്എമ്മുകാരനായി നമ്മൾ മാറുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.